ഇതിന് നല്ല ഒരു പുതിയ ഒരു ത്രെഡ് സുധി പറഞ്ഞതുപോലെ നല്ലൊരു ത്രെഡായിരുന്നു. പിന്നെ ഇതിനകത്ത് മാജിക്ക് കൊണ്ടുവരുന്നില്ലേ, അത് ഭയങ്കരമായിട്ട് ഞെട്ടിച്ച് കളഞ്ഞു. ചുവന്ന കളറുള്ള മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ വെള്ള കളറായി മാറി. അതെങ്ങനെ പറ്റിയത്? അത് മജീഷ്യനാണ്, ആണല്ലേ? സൂപ്പർ. അതുപോലെ തന്നെ ആ ശവക്കല്ലറയുടെ മുകളിലിരുന്ന ഗ്ലാസ് നീങ്ങിയതൊക്കെ ഭയങ്കരമായിട്ട് അത് അത്ഭുതപ്പെടുത്തി. നമ്മുടെ ഈ പ്രേതങ്ങളെ ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ടായിരുന്നു, ഒരു മജീഷ്യൻ. അതാണ് നമ്മുടെ ആ പ്രേതങ്ങളുടെ കള്ളുകൂടി സീനിൽ പ്രേതങ്ങളും പോലീസുകാരും വന്ന സീനിൽ ഒരു ഇമ്പാക്ട് കൊടുത്തത്. ഒരു ചെറിയൊരു മാജിക് അവിടെ നടന്നു, ഒരു കൺകിട്ട് നടന്നു. അപ്പോൾ അത് ഗ്രാഫിക്സ് അല്ല കേട്ടോ, ശരിക്കും അതൊരു മജീഷ്യന്റെ ഹെൽപ്പോട് കൂടി അവർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ആ മജീഷ്യനെ ഒന്ന് പരിചയപ്പെടാം. വിളിക്കാം. ദീപുവിന്റെ ബ്രദർ ആണല്ലേ? ദീപുവിന്റെ ബ്രദറാണ് സുധീഷ്. സുധീഷ് എന്ന നമ്മുടെ വളർന്നു വരുന്ന മജീഷ്യനെ കൂടെ നമ്മൾ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാണ്. സുധീഷാണ് ഈ വീഞ്ഞ് വെള്ളമാക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം വീഞ്ഞാക്കുമായിരുന്നല്ലേ ചെയ്തത്. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഇവിടെ വീഞ്ഞാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് സംഭവം വെറുതെ വെള്ളമാക്കി കളഞ്ഞു. അപ്പൊ സുധീഷ് എന്തായിരുന്നു, എന്ത് മാജിക് ആണ് കാണിച്ചത്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഒരു സ്കിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ജാലവിദ്യ ഇവിടെ അവതരിപ്പിച്ചെങ്കിലും ഇത് ഒറിജിനൽ മദ്യം തന്നെയാണ്. ഒറിജിനൽ മദ്യമാണോ? അതെ. ഇത് ഈ ബിവറേജിൽ പോയി ക്യൂ നിന്ന് മേടിച്ചാണ്? ഞാനല്ല വാങ്ങിച്ചത്, ഈ സ്കിറ്റിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഓക്കെ, ആരായാലും മേടിച്ചു. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു വലിയ വിപത്താണ് ഈ മദ്യപാനവും മയക്കുമരുന്നും. തീർച്ചയായും ഈ വിഷവസ്തുക്കളുടെ ഉപയോഗം വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ടാണ് ഈ ജാലവിദ്യ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പുതിയൊരു മാജിക് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഒറിജിനൽ മദ്യമാണോ എന്നൊന്ന് പരിശോധിക്കാം. നമ്മുടെ ഉല്ലാസേട്ടൻ്റെ ഒന്ന് കൊണ്ടു കൊടുക്കുകയാണ്. അതെന്താ ഉല്ലാസേട്ടൻ? ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ നിന്നിട്ട് ഉല്ലാസേട്ടൻ്റെ കയ്യിൽ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, പരിശോധിക്കാൻ ആണുങ്ങളാണ് ബെസ്റ്റ്. അല്ല, ഇതിന്റെ മണം എതിരെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പിടിക്കാൻ പെണ്ണുങ്ങളാണ് ബെസ്റ്റ് അല്ലേ? സംശയം ചോദിച്ചു നോക്കണം. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഈ മദ്യത്തിന്റെ ഒറിജിനൽ മണം എനിക്ക് അറിയില്ല. അതുകൊണ്ടല്ലേ അവൻ അവിടെ ഉല്ലാസിന്റെ അടുത്ത് കൊണ്ട് കൊടുക്കാന്നും പറഞ്ഞു. എന്തായാലും ഇത് കുന്തത്തിന്റെ മണമെന്ന് നോക്കട്ടെ ആദ്യമായിട്ടൊന്ന്. എന്തൊരു വൃത്തിയായിട്ട മണം! ഇതൊക്കെ എങ്ങനെ മനുഷ്യർ കുടിക്കുന്നു? നിനക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് പറയൂ. ഒരു ചീഞ്ഞ മണം. ചീഞ്ഞ മണോ? മദ്യവട സ്പിരിറ്റ് പുള്ളിക്ക് പിടികിട്ടി. പുള്ളി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഞാൻ പുറത്ത് നോക്കട്ടെ. തന്നേ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചി കൂടെ കൊടുക്കുകയാണ്. ഒരു വൃത്തിയായിട്ട മണം. അപ്പൊ ഇനി ഈ മദ്യത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ഞങ്ങൾ